നിങ്ങൾ ഈ മന്ത്രവാദത്തിനും കൈനോട്ടത്തിനും ഒക്കെ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധ്യാന പ്രസംഗങ്ങളിലൊക്കെ. ചിലപ്പോൾ മനുഷ്യർ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്, ഇയാളോട് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധമായ ഒന്നിലേക്കും പോവാതിരിക്കുക. എപ്പോഴാണ് നമ്മൾ അബദ്ധത്തിലേക്ക് പോകുന്നത്? സത്യമായവനെ, സത്യമായ കർത്താവിനെ മറന്നു പോകുമ്പോൾ, അറിയാതിരിക്കുമ്പോൾ, അവിടുത്തെ ശക്തി അറിയാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ അബദ്ധങ്ങളിലേക്ക് ഇങ്ങനെ കൈ നോക്കാനും വാരവലം നോക്കാനും അതും ഇതുമൊക്കെ അന്വേഷിക്കാനും ഒക്കെ സ്ഥാനം കാണാനും ഒക്കെ ആയിട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരൊറ്റ ആളുടെ സാന്നിധ്യമാണ്. ആരുടേതാ? ഈശോയുടെ മാത്രം. നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരാളെ മാത്രമാണ്. ആരെ? ഈശോയെ മാത്രം. ആ ഈശോയിലുള്ള ആശ്രയത്വം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അബദ്ധങ്ങളിലേക്കൊക്കെ പോയി കൈ കൊടുക്കും. കൈ കൊടുത്താൽ കൈയോടിയും പണിയാവും. പിന്നെ ആ കുഴിയിൽ നിന്ന് തിരിച്ചു കയറി വരാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 57-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിച്ച, നീ പൂജ അർപ്പിച്ച ആ വിഗ്രഹങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി? അതൊക്കെ ഒരു പൊടി കാറ്റടിക്കുമ്പോൾ പൊടി പറക്കണ പോലെ അതിനെല്ലാം ഞാൻ പറപ്പിച്ച് കളയും. നീ എന്നെ മാത്രം ആശ്രയിച്ചാൽ മതി, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയാം. പ്രവാചകനോട് കർത്താവ് പറയുന്ന ഒരു വലിയ ബോധ്യമാണത്. നീ ആശ്രയിക്കുന്ന സകലതും പോകും. അപ്പൊ നമ്മളിങ്ങനെ ഒരു അബദ്ധ ചിന്തയിലേക്ക് പോകുന്ന മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഈശോയെ തിരിച്ചറിഞ്ഞ്, ഒരിക്കൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ്, ഒരിക്കൽ ഈശോയ്ക്ക് കൈ കൊടുത്ത് ഈശോയിൽ ആശ്രയം വെച്ച നമ്മൾ പിന്നെ ഈശോയെ പറ്റിച്ചിട്ട് കർത്താവേ നീ തട്ടിപ്പാണ്, നീ എനിക്ക് ഉത്തരം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കൈ കൊടുത്താൽ ഈശോ പറയാണ്, അതൊക്കെ ഞാൻ പൊടി പോലെ പറപ്പിച്ചു കളയും. നീ ആശ്രയിച്ച സകലത്തിനെയും പറപ്പിച്ചു കളയുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്. ഈശോയിൽ തന്നെ ആശ്രയിക്കും.